പ്രമുഖ ഒരു മലയാളി ദിനപത്രത്തിൽ വന്ന വാർത്തയാണിത്. ഇന്ത്യക്കാർ അയർലൻഡിനെ കോളനിയാക്കി, മലയാളി കുടുംബം വീട് വാങ്ങിയതിനെ വിമർശിച്ച് ഐറിഷുകാരൻ. വാർത്ത വിശദമായി ഇങ്ങനെയാണ്. വിദേശത്തേക്ക് ചേക്കേറുന്ന മലയാളികളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. UK-യും കാനഡയും അയർലൻഡും ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും അമേരിക്കയും എല്ലാം മലയാളികളുടെ പ്രിയപ്പെട്ട രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞു. ജോലിക്കും ഉന്നത പഠനത്തിനുമായാണ് കേരളത്തിലുള്ളവർ വിദേശത്തേക്ക് പറക്കുന്നത്. ഇപ്പോഴിതാ അയർലൻഡിലെ ലിംറിക്കിൽ താമസിക്കുന്ന ഒരു മലയാളി കുടുംബത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. ലിംറിക്കിൽ പുതിയതായി വാങ്ങിയ വീട്ടിൽ മലയാളി കുടുംബം വീട്ടുപേരെഴുതിയ ഫലകം സ്ഥാപിക്കുന്ന ഒരു ടിക്ടോക്ക് വീഡിയോയാണ് വൈറലായിരിക്കുന്നത്. ഐറിഷുകാരനായ മൈക്കലോ കീഫെയാണ് ഈ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തത്. അയാൾ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യക്കാർ വീണ്ടും ഇവിടെ വീട് വാങ്ങി. 1.5 ബില്യൺ ആളുകളുള്ള ഒരു രാജ്യം ഞങ്ങളുടെ ചെറിയ ദ്വീപിനെ ഒരു കോളനിയാക്കിയിരിക്കുകയാണ്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി. പലരും മൈക്കലോയെ വിമർശിച്ച് രംഗത്തെത്തി. ഇത് കാലഹരണപ്പെട്ട വീക്ഷണമാണെന്നും വിദേശികളോടുള്ള താല്പര്യമില്ലായ്മയാണ് ഇതിലൂടെ വെളിപ്പെടുന്നതെന്നും ആളുകൾ കമന്റ് ചെയ്തു. നന്നായി അധ്വാനിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ വിജയിക്കാമെന്നും ആളുകൾ പരിഹസിക്കുന്നുണ്ട്. ഏതോ ഐറിഷുകാരന് പണം കൊടുത്ത് അവർ വാങ്ങിയ വീടാണ് ഇതെന്നും ആളുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ നിയമ സംവിധാനത്തോടും സർക്കാരിനോടുമാണ് ചോദിക്കേണ്ടതെന്നും ചിലർ കമന്റ് ചെയ്തിരിക്കും. ഇവിടെ നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ഐറിഷുകാരും നമ്മളെപ്പോലെ കഠിനാധ്വാനികളല്ല. ജോലി ചെയ്യുന്നവർ പോലും കിട്ടുന്ന പണം വിദേശയാത്രകൾ നടത്തിയും ആർഭാട ചിലവുകളൊക്കെ നടത്തിയും ചിലവഴിക്കുമ്പോൾ നമ്മൾ മലയാളികൾ ഒരു പുതിയ വീട് വാങ്ങുമ്പോൾ സ്വാഭാവികമായി തോന്നാവുന്ന ഒരു അസൂയയായി ഐറിഷുകാരൻ്റെ ഈ പങ്കുവെക്കലിനെ നമുക്ക് നോക്കിക്കാണാം. എന്നാൽ ഇതുപോലെയുള്ള വാർത്തകൾ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി നമ്മൾ ഇന്ത്യക്കാർ കടത്തിവിടണം. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അവരുമായി, അവരുടെ കൾച്ചറുമായി സഹകരിച്ച് അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ച് തന്നെ മുന്നോട്ട് പോകണം. ലോകമേ തറവാട്, വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ആയിത്തീരുമ്പോൾ മറ്റൊരു രാജ്യത്തുള്ള നമ്മുടെ നിലനിൽപ്പിനെ കൂടുതൽ നല്ലതാക്കുക മാത്രമല്ല, നമ്മൾ ഇന്ത്യക്കാരുടെ സംസ്കാരം, അഭിമാനം എന്നിവ നമ്മൾ ലോകത്തിന് മാതൃകയാക്കി മാറ്റുക കൂടിയാണ് ചെയ്യുന്നത്. കൂടുതൽ പുതിയ വാർത്തകൾക്കും വീഡിയോകൾക്കും ഐറിഷ് ടുഡേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നന്ദി, നമസ്കാരം.